+1 ഈ വർഷത്തെ അപേക്ഷാ സമർപ്പണം അതുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഇതിനു മുന്നേ ഉള്ള ഒരു 3-4 വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റുകൾ, പ്രധാനമായിട്ടുള്ള ഡേറ്റുകൾ, അതിൻ്റെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേഷൻസ്, ഓൺലൈൻ സബ്മിഷൻസ്, അതിൽ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട ചെറിയ എറേഴ്സ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ, അതുപോലെ ഓപ്ഷൻസ്, ഇങ്ങനെ പറയുന്നതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല രീതിയിലുള്ള പല സംശയങ്ങളും വാട്സപ്പ് വഴിയും വിളിച്ചും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം അതിൻ്റെതാവുന്ന ആൻസറിങ് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലൂടെയും നടത്തിയിട്ടുണ്ട്, നേരിട്ടും അവരുടെ സംശയങ്ങൾ. എന്നാൽ അതിനിടയിൽ ഒരു 3-4 പേര് ഇതുമായിട്ട് ഓൺലൈൻ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളല്ല, എന്നാൽ വളരെ പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു SSLC കഴിഞ്ഞു, ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും ഏത് സ്ട്രീമിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് ചോദ്യമാണ്. കോമേഴ്സിലേക്കാണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഏത് സ്ട്രീമാണ് ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത്? ചിലവരുടെ ചോദ്യം അതാണ്. മറ്റു ചിലർക്ക് അതല്ല, എളുപ്പത്തിൽ ജോലി കിട്ടുന്ന, നല്ല ഹൈ പ്രൊഫൈൽ ജോലി കിട്ടുന്ന, എളുപ്പത്തിൽ തന്നെ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും, ഏതാണ് +1 പഠിക്കാൻ ഈസി ആയിട്ടുള്ളത്? ഇങ്ങനെ ഇത്തരത്തിൽ ഡയമെൻഷനിലുള്ള ചോദ്യങ്ങൾ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് ഒരു കൃത്യമായ ഒരു ആൻസർ ഓരോരുത്തർക്കും ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഈ എല്ലാ കോമ്പിനേഷൻസിനും അതിൻ്റെതാവുന്ന പ്രാധാന്യങ്ങളുണ്ട്. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോമ്പിനേഷൻ അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അത് പിന്നീട് പോകുന്ന മേഖലകൾ എവിടെയൊക്കെയാണ്, ആ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്, നിലവിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, പുറം രാജ്യങ്ങളിൽ തൊഴിലായിട്ട് കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് താല്പര്യവുമുള്ള, തൊഴിലായി കൊണ്ടു നടക്കാൻ പറ്റുന്ന കോഴ്സുകളിലേക്ക് ഏത് കോമ്പിനേഷൻസ് എടുത്താനാണ് കടന്നു ചെല്ലാൻ പറ്റുക? ഇങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോഴാണ് ഇതിനുള്ള ഒരു ഉത്തരം കിട്ടുന്നത്. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളായിരിക്കും. ചിലർക്ക് ശാസ്ത്ര വിഷയങ്ങളായിരിക്കും അവരുടെ പ്രധാനമായ താല്പര്യം, അതായിരിക്കും അവരുടെ അഭിരുചി, അതായിരിക്കും അവർക്കത് പഠിക്കാൻ തന്നെയായിരിക്കും മനോഭാവവും. അങ്ങനെയാണെങ്കിൽ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ആ മേഖലയിലാണെങ്കിൽ അവർക്ക് അവിടെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മാനവിക വിഷയങ്ങളായിരിക്കും അവരുടെ താല്പര്യം, അതായിരിക്കും അവർക്ക് ചിലപ്പോൾ മനോഭാവം സയൻസിനോടൊക്കെ ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് സയൻസ് പഠിക്കണമെന്നാണെങ്കിലും, പക്ഷെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മാനവിക വിഷയങ്ങളാണെങ്കിൽ അവിടെയാണ് കോൺഫ്ലിക്റ്റ് വരിക. അതായത് നമ്മൾക്ക് താല്പര്യവും ഒരു വിഷയവും നമ്മളുടെ കഴിവും ആ വിഷയത്തിലാണെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ ആ റൂട്ടിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് രണ്ടും രണ്ട് വഴിയിലാണെങ്കിൽ അവിടെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിനപ്പുറം സംഭവിക്കാവുന്നത് നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ കഴിവും ഒരു മേഖലയിലായിരിക്കാം, നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നിങ്ങളെ കമ്പൽ ചെയ്തുകൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവെത്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ +1 കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം സയൻസ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിൽ സയൻസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ബയോസയൻസ് എന്ന് പറയുമ്പോഴത്തോളം മാത്സും അതുപോലെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും, പിന്നീട് ഇംഗ്ലീഷും ലാംഗ്വേജും കൂടി കയറി വരുന്ന ബയോസയൻസ് ഉണ്ട്. എന്നാൽ കൊമേഴ്സിൽ ഈ പറയുന്നത് പോലെ തന്നെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും, പിന്നെ എക്കണോമിക്സും പൊളിറ്റിക്സും വരാം, അല്ലെങ്കിൽ എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വരാം, അല്ലെങ്കിൽ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും വരാം. അവിടെയൊക്കെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും. ഇനി അക്കൗണ്ടൻസി തന്നെ AFS ഉണ്ട്, അല്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്. അങ്ങനെ പറയുന്ന വ്യത്യസ്ത കോമ്പിനേഷൻസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസിൽ ധാരാളം കോമ്പിനേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ സോഷ്യോളജി, ഹിസ്റ്ററി, അതുപോലെ ജേർണലിസം, സൈക്കോളജി, ഫിലോസഫി, പിന്നെ എക്കണോമിക്സ്, അങ്ങനെ പറഞ്ഞു പോകുന്ന ഇസ്ലാമിക് ഹിസ്റ്ററി, അങ്ങനെ പറയുന്ന ഒരുപാട് കോമ്പിനേഷൻസ് അവിടെ കിട്ടും. ഇപ്പം ഇവിടെയാണ് നിങ്ങൾ ഏത് കോമ്പിനേഷൻ, ഏതാണ് നിങ്ങളുടെ മേഖല എന്നുള്ളത് ചിലവർക്കൊക്കെ ചില കൺഫ്യൂഷൻസ് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഒന്നാമത് നിങ്ങളോട് തന്നെ ചോദിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. എന്ത് ജോലിയാണ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം? ചുറ്റുവട്ടങ്ങൾ നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല ഒരു 5, 6, 7 വർഷം കഴിഞ്ഞിട്ട് ആ മേഖല തൊഴിലിടമായിട്ട് നിലനിൽക്കുമോ എന്ന് കൂടി പരിശോധിക്കണം. അതിനുള്ളത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും റിസർച്ചുകളും കാര്യങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊന്നും ഫോർകാസ്റ്റ് ചെയ്യാൻ, ഒരു പരിധിയിലപ്പുറം ഫോർകാസ്റ്റ് ചെയ്ത് അത് ഇന്നത് തന്നെയാകും എന്ന്
ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ സാധ്യതകളൊക്കെ പല രീതിയിലുള്ള ഈ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് കാലങ്ങൾക്കനുസരിച്ച് അത് അതിൻ്റെതാവുന്ന വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ മൈനിങ്ങും അങ്ങനെ പറയുന്ന പല മേഖലകളിലേക്കും അത് കടന്നു. എന്നാൽ ബേസ് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറയുന്നത് മറ്റൊരു മേഖല, അല്ലെങ്കിൽ മെഡിസിൻ, പാരാമെഡിക്കൽസ്, ഇനി സിവിൽ സർവീസ്, അങ്ങനെ ടോപ്പ് മോസ്റ്റ് സർവീസുകൾ. ഇനി കൊമേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് പോവുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിങ്, കമ്പനി സെക്രട്ടറിഷിപ്പ്, അല്ലെങ്കിൽ CMA, ACCA, അങ്ങനെ പറയുന്ന ഇനി ബിസിനസ്, MBA, BBA, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന മേഖലകളൊക്കെ ഉണ്ട്. എല്ലാ കോമ്പിനേഷൻസിനും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. പക്ഷെ അവിടെ ഏതിലാണ് നമ്മൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വിലയിരുത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഇപ്പോൾ സയൻസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കോമ്പിനേഷൻ 1 എന്ന് പറയുന്ന സയൻസ് എടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ മെഡിക്കൽ ഫീൽഡുകളും എഞ്ചിനീയറിംഗ് ഫീൽഡുകളും, അതിലെ പാരാമെഡിക്കലും അതുപോലെ പറയുന്ന മെഡിക്കൽ സ്ട്രീമുകളും ഒക്കെ എന്തുണ്ട്, അതിലേക്ക് കയറി വരുന്നുണ്ട്. അതിൻ്റെ വർഷങ്ങൾ നോക്കണം, എത്ര വർഷത്തോളം ആ മേഖലയിൽ നിങ്ങൾ എൻഗേജ് ചെയ്യണം. ചിലതൊക്കെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ്, അപ്പോൾ അത് കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളുണ്ട്, അതിന് തയ്യാറെടുപ്പുകൾ നടത്തണം. അതിൽ റാങ്ക് ലിസ്റ്റുകൾ കയറി പറ്റണം, അവിടെ മെറിറ്റ് സീറ്റുകളുണ്ട്, അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുണ്ട്, അവിടുത്തെ ബഡ്ജറ്റുകൾ നോക്കണം. അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സയൻസ് എടുത്തു, ഞാൻ MBBS പോകാം എന്ന് കരുതിയാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ ഏത് ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകളിൽ എത്തിച്ചേരണമെങ്കിൽ എത്ര കണ്ട് സ്കോർ വേണം, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫീസ് എന്തൊക്കെയാണ്, അത് എത്ര വർഷമെടുക്കണം, അത് ആ കരിയറിൽ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ ആ മേഖലയിലേക്ക് മെഡിക്കൽ എന്ന് പറയുന്നതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവിടെ എൻട്രൻസ് ഒക്കെ എഴുതി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കോറിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ പിന്നെ നിരാശയായി തിരിച്ചു നടക്കുക എന്ന് പറയുന്നത് അവിടെ റിപ്പീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് പിന്നീട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് മാറരുത്. ഇത് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇനി കൊമേഴ്സ് ആവട്ടെ, അവിടെ കോമ്പിനേഷൻസ് കുറവാണ്. നിങ്ങൾക്ക് +1 കോഴ്സുകളിൽ കൊമേഴ്സിന്റെ കോമ്പിനേഷൻസ് കുറവാണ്. എന്നിരുന്നാൽ ഒരു വലിയ അവസരങ്ങൾ തുറക്കപ്പെടുന്ന ഒരു വാണിജ്യ ലോകം തന്നെ തുറക്കപ്പെടുന്ന ആ മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുന്ന ഒരു കോമ്പിനേഷൻസ് ആണ് അത്. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഓരോ മാനവിക വിഷയങ്ങളും അതിൻ്റെതാവുന്ന അപെക്സ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഹ്യൂമാനിറ്റീസ് എടുത്ത് സിവിൽ സർവീസ് ആ മേഖലകളിലേക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ആ മേഖലയിലേക്ക് തിരിയുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടീച്ചിങ് മേഖലകളിലേക്ക് പോകുന്നവരുണ്ട്. ഇനി അതിലെ എക്കണോമിക്സ് പോലത്തതൊക്കെ ആണെങ്കിൽ അനലിറ്റിക്സ്, ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്നവരുണ്ട്, ബാങ്കിങ് മേഖലയിലേക്ക് പോകുന്നവരുണ്ട്. ഇനി ഭാഷാ റിസർച്ച് കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ചരിത്രകാരനായിട്ടോ അങ്ങനെ പറയുന്ന പല 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 മേഖലകളുണ്ട്, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട്. ഈ ജേർണലിസ്റ്റുകൾ അങ്ങനെ പറയുന്നതൊക്കെ. അപ്പോൾ ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, +1 ഏത് കോമ്പിനേഷനാണ് നല്ലത് എന്നുള്ളത്. 3 കോമ്പിനേഷൻസിനും അതിൻ്റെതാവുന്ന പ്രത്യേകതകളുണ്ട്, അതിൻ്റെതാവുന്ന നേട്ടങ്ങളുണ്ട്. എന്നാൽ അത് എടുക്കുന്ന ആ ആളുടെ അഭിരുചിയും ആ ആളുടെ മനോഭാവവും ആ കോഴ്സിനോടാണെങ്കിൽ അത് ഏറ്റവും നല്ല കോമ്പിനേഷൻസ് ആയി. അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, അതിനോട് താല്പര്യത്തോടു കൂടി അതിലൊരു കരിയർ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമത്തിൽ എത്താൻ സാധിക്കും. അല്ലാതെ ഈ കോഴ്സ് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഈ കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് കരുതി നിങ്ങൾക്കതിൽ താല്പര്യവും നിങ്ങൾക്കതിൽ അഭിരുചിയും ഇല്ലാതെ ആ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കോഴ്സ് നന്നായിക്കൊള്ളണമെന്നില്ല. അതിൽ നിങ്ങൾക്കൊരു കരിയറിൽ ശോഭിക്കാൻ സാധിക്കില്ല. പല വിദ്യാർത്ഥികളിലെയും നമുക്ക് കാണാം, ചില കോമ്പിനേഷൻസ് എടുത്ത് പിന്നീട് ഡിഗ്രി തലത്തിലേക്ക് പോകുമ്പോൾ തീർത്തും അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു കോമ്പിനേഷനിലേക്ക് മാറുന്നതും കാണാം. അങ്ങനെ സംഭവിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു അന്വേഷണമൊക്കെ നടത്തുക. നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള തൊഴിലിടങ്ങളെക്കുറിച്ചും തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ശമ്പളത്തെക്കുറിച്ചും ആ തൊഴിലിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ അപ്ഡേഷൻസിനെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ പത്രങ്ങളിൽ നിന്നോ മറ്റു മാഗസിനുകളിൽ നിന്നോ മറ്റു ജേർണലുകളിൽ നിന്നോ ഒക്കെ ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരം തൊഴിലിടങ്ങളിലുള്ള ആളുകളുമായിട്ട് ഒരു ഇൻറ്ററാക്ഷൻ നടത്തി അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ലക്ഷ്യം ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ ഇത്തരം ചോദ്യം ചോദിച്ചവരോട് പറയാനുള്ളത്,
3 കോമ്പിനേഷൻസും നമുക്ക് മുന്നിൽ തുല്യ പ്രാധാന്യമുള്ളവയാണ്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ കോമ്പിനേഷൻസിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും നിങ്ങൾ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുക. ഓരോ കോമ്പിനേഷൻസിനും അതിൻ്റെതാവുന്ന ഗുണങ്ങളും അതിൻ്റെതാവുന്ന പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പരന്ന വായനകളും ദീർഘമായിട്ടുള്ള പഠനങ്ങളും നമ്മുടേതാവുന്ന കോൺട്രിബ്യൂഷൻസ് ഇട്ടുകൊണ്ട് എഴുതേണ്ടതുമായിട്ടുള്ള മാനവിക വിഷയങ്ങളുണ്ട്. പ്രാക്ടിക്കലും അതിൻ്റെ സയൻറ്റിഫിക് സ്കില്ലും എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുള്ള സയൻസ് കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ കോമേഴ്സ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസും അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഉചിതമായത് ഏതാണ് എന്നുള്ളത് കൊണ്ട് കണ്ടെത്തണം. അതിന് വേണമെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എഴുതാം. എന്നിട്ട് ആ ഒരു കോമ്പിനേഷൻസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുക. ഓക്കെ. അപ്പോൾ ഇത്തരം ചോദ്യം ചോദിച്ചവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ബൈ.